ജാർഖണ്ഡിലെ വിദ്യാർത്ഥി പ്രതിഷേധം കൂടുതൽ ശക്തമാവുകയാണ്. PSC പരീക്ഷാ ക്രമക്കേടുകൾ അവസാനിപ്പിക്കുക, ചോദ്യപേപ്പർ ചോർച്ചയിൽ CBI അന്വേഷണം നടപ്പിലാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ മുന്നോട്ട് വെച്ചാണ് വിദ്യാർത്ഥികൾ പ്രതിഷേധം കടുപ്പിക്കുന്നത്. സർക്കാരും വിദ്യാർത്ഥി പ്രതിനിധികളും തമ്മിലുള്ള ചർച്ച സമവായമാവാതെ തുടരുകയാണ്. നിയമസഭാ മാർച്ചിലെ പോലീസ് അതിക്രമത്തിൽ പ്രതിഷേധിച്ച് NDA MLA-മാർ നിയമസഭയ്ക്ക് മുന്നിൽ കുത്തിയിരിപ്പ് സമരം നടത്തും. നോബൽ മാരിക്കാരനുണ്ട് വിവരങ്ങൾ നൽകാൻ. നോബൽ, വലിയ പ്രതിഷേധത്തിലേക്ക് തന്നെയാണ് തുടർന്നു പോകുന്നത്. ഈ പ്രതിഷേധം ശക്തമാവുകയാണ് വിദ്യാർത്ഥികളുടെ എന്നുള്ളതാണ്. ഇന്നലെ ബന്ധടക്കം അത് പിന്നീടുണ്ടായ സംഘർഷമടക്കം കണ്ടതാണ്. എന്താണ് ഇനി വിദ്യാർത്ഥികളുടെ നീക്കം? ഒപ്പം എങ്ങനെയാണ് സാധ്യതകൾ, ഒരു ചർച്ച അടക്കമുള്ള കാര്യങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത? ജാർഖണ്ഡിലെ വിദ്യാർത്ഥി പ്രതിഷേധം വലിയ തരത്തിൽ സഖ്യത്തിന്, പ്രത്യേകിച്ച് ഇന്ത്യ സഖ്യത്തിന് തിരിച്ചടിയാവുന്ന കാഴ്ചകൾ കാണാൻ കഴിയുന്നത്. കാരണം സമരം തുടങ്ങി ഇത്ര ദിവസമായിട്ടും ഈ പ്രതിഷേധം അവസാനിപ്പിക്കാൻ ഇതുവരെ സർക്കാരിന് കഴിഞ്ഞിട്ടില്ല. പല ചർച്ചകൾ നടത്തി എങ്കിൽ പോലും ഇതിലൊരു സമവായത്തിലേക്ക് എത്താത്തതാണ് നിലവിലത്തെ പ്രതിസന്ധി. ഇതിൽ ആരോഗ്യസ്ഥിതി മോശമായ, നിരാഹാരം ഇരുന്ന് ആരോഗ്യസ്ഥിതി മോശമായ പല വിദ്യാർത്ഥികളെയും ആശുപത്രിയിലേക്ക് അടക്കം മാറ്റുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. കഴിഞ്ഞ ദിവസത്തെ ഈ പ്രതിഷേധ മാർച്ചിലുണ്ടായ പോലീസ് നടപടി വലിയ തരത്തിൽ വിമർശനം ഏറ്റുവാങ്ങുകയും ചെയ്തു. വിഷയം ഇന്നലെ എന്താണെങ്കിലും NDA MPമാർ പാർലമെന്റിൽ ഉന്നയിച്ചിരുന്നു. പാർലമെന്റ് കവാടത്തിലടക്കം വലിയ പ്രതിഷേധം ഇതുമായി ബന്ധപ്പെട്ട് ഇന്നലെ ഉണ്ടായതാണ്. ഇന്നും ഒരുപക്ഷെ NDA MPമാർ രാജ്യത്ത്, പ്രത്യേകിച്ച് ഈ പറഞ്ഞ പാർലമെന്റിലേക്ക് ഈ വിഷയം വീണ്ടും ഉന്നയിക്കാനുള്ള സാധ്യതയുണ്ട്. ഒപ്പം BJP ജാർഖണ്ഡിൽ നിയമസഭയിലേക്ക് ഇന്നും മാർച്ച് നടത്തും എന്ന വിവരം ലഭിക്കുന്നുണ്ട്. അത്തരത്തിൽ വലിയ പ്രതിഷേധത്തിലേക്ക് കാര്യങ്ങൾ നീക്കുകയാണ്. പ്രത്യേകിച്ച് BJP ഈ വിഷയം ശക്തമായി തന്നെ ഏറ്റെടുക്കുന്നുണ്ട്. ദില്ലിയിലെ വിദ്യാർത്ഥി സമരം BJPക്കെതിരെ മറ്റ് പ്രതിപക്ഷ കക്ഷികൾ വലിയ തരത്തിൽ പ്രതിപക്ഷം ആയുധമാക്കിയിരുന്നു. ആ അടിസ്ഥാനത്തിൽ ജാർഖണ്ഡിലെ ഈ വിദ്യാർത്ഥി പ്രതിഷേധത്തെ അവിടുത്തെ സർക്കാരിനും കോൺഗ്രസിനും എതിരെ പരമാവധി ഉപയോഗിക്കുക എന്ന് തന്നെയാണ് BJP ലക്ഷ്യം. ഇന്നലെ അതിന്റെ ഭാഗമായി BJPയുടെ പ്രധാനപ്പെട്ട BJP അടക്കമുള്ള സംഘടനകളും AVP അടക്കമുള്ള പോഷക സംഘടനകളും ഒക്കെ ഇതിൽ മാർച്ചും പ്രതിഷേധവും ഒക്കെ നടത്തിയിരുന്നു. അപ്പോഴും പോലീസ് ലാത്തിചാർജ് അടക്കമുള്ള കാര്യങ്ങൾ ഉണ്ടാവുകയും ചെയ്തിരുന്നു. എന്താണെങ്കിലും കാര്യങ്ങൾ കൂടുതൽ വഷളാകുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. കാരണം വിദ്യാർത്ഥികളുടെ പ്രതിഷേധം ഇപ്പോഴും അവസാനിച്ചിട്ട് തുടരുന്നു. ഒപ്പം ഇതിൽ സമവായത്തിലേക്ക് എത്താനുള്ള ചർച്ചകൾ ഒരുപക്ഷെ വഴിമുട്ടിയതായ സൂചനയും പുറത്തേക്ക് വന്നിട്ടുണ്ട്. കാരണം നേരത്തെ ചർച്ചകൾ നടന്നതിന് പിന്നാലെ പുതിയ ചർച്ചകളൊന്നും നടക്കാത്ത സാഹചര്യം അവിടെ ഉണ്ട്. ഒരുപക്ഷെ രാഹുൽ ഗാന്ധിയൊക്കെ നേരിട്ട് വീണ്ടും ഈ വിഷയത്തിൽ ഇടപെടേണ്ട അവസ്ഥയിലാണ് ഇപ്പോൾ ഇത് ഉള്ളത് എന്ന് വേണം മനസ്സിലാക്കാൻ. എന്താണെങ്കിലും വിദ്യാർത്ഥി പ്രതിഷേധം ഇപ്പോഴും ശക്തമായി തുടരുന്നു. വിദ്യാർത്ഥികൾ നിരാഹാരം തുടരുന്നു. BJP അടക്കമുള്ള ജാർഖണ്ഡിലെ പ്രതിപക്ഷ കക്ഷികൾ ഈ വിഷയം ശക്തമായി തന്നെ ഏറ്റെടുത്തുകൊണ്ട് സർക്കാരിനെതിരെ പ്രചാരണവും വിമർശനവും പ്രതിഷേധവും കടുപ്പിക്കുകയും ചെയ്യുകയാണ്. ശരി, വ്യക്തമാണ്. നോബൽ മാരിക്കാരനാണ് വിവരങ്ങൾ നൽകിയത്.